പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു നൽകുന്ന സ്നേഹത്തിന്റെ നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം എന്താണ് കാണുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഒരു വിധവ തനിക്കുള്ള എല്ലാം അവളെ സമർപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണോ? ആരും കാണരുത് എന്ന് കരുതി. എന്തുകൊണ്ടാണ്? കാരണം അത് ഏറ്റവും ചെറുതാണെന്ന് അവൾക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ ആരും അറിയരുത് എന്ന് വിചാരിച്ച് ഏറ്റവും ചെറുത് ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ അത് ദൈവം കണ്ടു. കാരണം ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ദൈവം ചെറിയ കാര്യങ്ങളുടെ കൂടെ തമ്പുരാണ്. നമ്മൾ വലുതിന്റെ പിന്നാലെ പോകുകയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതും സമർപ്പിക്കുന്നതുമാണ് വലുതെന്ന്, ദൈവം വലിയവനാണ്, വലുത് മാത്രമേ കാണുകയുള്ളൂ എന്നും സ്വീകരിക്കുകയുള്ളൂ എന്നും വിചാരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ചില നന്മ പ്രവൃത്തികളെങ്കിലും നമ്മൾ കാണാതെ പോകുന്നത്, ചെയ്യാതെ പോകുന്നു. എന്നാൽ ദൈവം കാണുന്നത് ചെറുതാണെന്ന്, ചെറുതിനെയാണെന്ന് ക്രിസ്തു എല്ലാത്തിനെയും കുറിച്ചത് ചെറുതെന്നാണ്. സ്വർഗരാജ്യത്തെ കടുകുമണി എന്നാണ് വിളിച്ചത്. പുളിമാവെന്നാണ് അതിനെ സദൃശ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ അവിടുത്തെ കൂടെ കൂടിയവരെ വിളിച്ചത് ചെറിയ അജങ്ങളാണ്. ഗോഡ് ഈസ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളുടെ തമ്പുരാനാണ് ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തു. നമുക്ക് പ്രാർത്ഥിക്കാൻ, ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായി ഇതിനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്കുള്ള ചെറുതും അത് സമയമാവാം, കഴിവുകളാവാം, പാവങ്ങളെ സഹായിക്കാനുള്ള അവസരങ്ങളാവാം, എല്ലാം വിനിയോഗിക്കുവാനായിട്ട് അനുഗ്രഹം നൽകണമേ. ഇന്നലകളിൽ വന്ന വീഴ്ചയോ മാപ്പപേക്ഷിക്കുന്നു. അവിടുത്തെ മാപ്പും കാരുണ്യവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണം. ഈ വിശുദ്ധി ബലിയും അർപ്പണം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും. അതോടൊപ്പം തന്നെ മരണമടഞ്ഞു പോയ എല്ലാവരെയും നോക്കാം. നമ്മുടെ ഉപകാരികൾ, പ്രിയപ്പെട്ടവർ, ഇവരുടെ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. സഹോദരങ്ങളെ, വിശുദ്ധ ബലികളിൽ യോഗ്യത കൂടി അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. സർവശക്തനായ ദൈവത്തോടും ഞാൻ വളരെ പാപം ചെയ്തിട്ടുള്ളൂ. എന്റെ പിഴ, എന്റെ വലിയ പിഴ ആകെയാൽ എല്ലാ സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സർവശക്തനായ ദൈവമേ, നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ വിശ്വാസികളുടെ മാനസങ്ങൾ ഉദ്ദീപ്തമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുക്കുമാരന്റെ യോഗ്യതയാൽ ഞങ്ങൾ നേടിയ ഫലങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് നിറവേറ്റിക്കൊണ്ട് അങ്ങേ കാരുണ്യത്തിന്റെ അവസരങ്ങൾ കൂടെ കൂടെ അനുഭവിക്കുവാൻ ഭാഗ്യം നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളുമേ.
വിശുദ്ധ യോഹന്നാൻ അന്ന് കുഞ്ഞാടും അവിടത്തോടു കൂടെ 144 സിയോനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ നെറ്റിയിൽ അവിടുത്തെ നാമവും പിതാവിന്റെ നാമവും എഴുതപ്പെട്ടിരുന്നു. പെരുവെള്ളത്തിലെ ഇനങ്ങൾ പോലെ വലിയ ഇടിവെള്ളം പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാരുടെ വീണനാഥം പോലെയായിരുന്നു അത്. അവർ സിംഹാസനത്തിലെ 4 ജീവികളുടെ മൂപ്പന്മാരുടെ സന്നിധിയിൽ ഒരു പുതിയ കാലം ആരംഭിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേർക്കല്ലാതെ മറ്റാർക്കും മഹാപീഠത്തിൽ കഴിയുന്നത്. കുഞ്ഞാട് പോകുന്നതെല്ലാം അവർ അവിടെ അനുഭവിക്കുന്നു. അവർ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ആത്മാവായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ്. വ്യാജം അവരുടെ അനുഭവത്തിലില്ല. അവർ നിഷ്ഠൂരരാണ്. കർത്താവ് പ്രതിവചന സംഗീതം. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നത് ഇവർ തന്നെ. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നത് ഇവർ തന്നെ. ഭൂമിയും അതിലുള്ള സമസ്തവും ഭൂതലവും അതിന്റെ നിവാസികളും കർത്താവെ വളർന്നു. സമുദ്രങ്ങളിൽ അവിടുന്ന് ഭൂമി ഉറപ്പിച്ചു. നദികളുടെ അവിടുന്ന് സ്ഥാപിച്ചു. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. കർത്താവിന്റെ മകൻ ആര് പ്രവേശിച്ചു? അവിടുത്തെ വിശുദ്ധസ്ഥലത്ത് ആരംഭിക്കും. വെടിപ്പുള്ള കരങ്ങളും നിർമ്മല ഹൃദയമുള്ളവർ ജനതയിലേക്ക് മനസ്സ് തിരിച്ചില്ലാതിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. അവന് കർത്താവിന്റെ പക്കൽ നിന്ന് അനുഗ്രഹം ലഭിക്കും. തന്റെ രക്ഷകനായ ദൈവത്തിൽ നിന്ന് അവന് പ്രതിഫലം സിദ്ധിക്കും. ഇത് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു. യാക്കോബിന്റെ ദൈവമേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാഗരൂകരായിരിക്കും. എന്തെന്നാൽ മനുഷ്യപുത്രൻ എപ്പോഴാണ് നൽകിയെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നത് അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമ്പത്തിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. God
സഹോദരങ്ങളെ, നമ്മുടെയും സർവശക്തന പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും പിതാവായ ദൈവമേ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് അങ്ങേ നാമത്തിന് സമർപ്പിക്കപ്പെട്ട തിരുമുൽ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകൾ എപ്പോഴും പാലിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങ് മനുഷ്യനെ നന്ദിയാൽ ശ്രദ്ധിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. ശക്തിയന്മാരും ധന്യരായ ഭക്തിജോലകന്മാരും സ്വർഗസ്ത്രീകളും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്നു. അവരുടെ കാലത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രയായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളും നമ്മുടെ കുടുംബവും അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും വേദനകളും ആരോടും പറയാനുകൊണ്ട് നടക്കുന്ന രോഗങ്ങളും അതുപോലെ തന്നെ മറ്റ് മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഈശോയിൽ നൽകുന്ന രക്ഷാകരമായിട്ടുള്ള അനുഭവം, സമാധാനത്തിന്റെ അനുഭവം, ശാന്തിയുടെ അനുഭവം എല്ലാ കുടുംബങ്ങളും അനുഭവിക്കുവാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ മടുപ്പ് അനുഭവിക്കുന്നവർ, ജീവിതം വേണ്ടായിരുന്നവരെന്ന് ചിന്തിക്കുന്നവർ, ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവർ, ഇതെല്ലാവരും ഈശോയിലേക്ക് വരുവാൻ, ഈശോയുടെ സ്നേഹം വരുവാൻ ഇടയാകണമേ. അവർക്ക് വേണ്ടി കൂടി പീഡകൾ സഹിച്ച് മരിച്ച ഈശോയുടെ യോഗ്യത അവരും രക്ഷ പ്രാപിക്കുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മളിപ്പോൾ ആർക്കുവേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ്
മഞ്ഞുകളെപ്പോലെ ഈ കാണിക്കകൾ പവിത്രമാകണമേ. അങ്ങനെ ഞങ്ങൾക്ക് അറിയുക, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഉറ്റുകൊടുക്കപ്പെട്ട സുമനസാരെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് ഹൃദയത്തിന് പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം താഴം കഴിഞ്ഞ് പാപമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഗ്രാഹ്യ യുദ്ധത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമൊക്കെ വ്യാപിച്ചിടങ്ങണമേ, സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് പത്രാനോടും വൈദിക സന്യാസ ഗണത്തോടൊത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരും അവരുടെ നിയോഗങ്ങളിൽ കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബോസിയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും ദൈവത്തെ പിതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാമനായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം അനുവാദം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നത് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം കണ്ടാത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവില്ല. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുദ്ധ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക.
തീരാത്ത തീരാത്ത സ്നേഹം നാദെന്നോരാതെ പുരാതെ തീരാത്ത തീരാത്ത സ്നേഹം നാദെന്നോരാതെ പുരാതെ ജീവന്റെ അർത്ഥമായി എന്റെ ഈശോയെ ദ്യോവിന്റെ വാതിൽ തന്റെ താരങ്ങളിൽ ചൊരിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവായ ദൈവമേ, ദിവ്യമായ കാലത്ത് ആനന്ദിക്കുവാൻ ഇടയാക്കിയ അങ്ങേ മക്കളെ ഒരിക്കലും വേർപിരിയാൻ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിനോടുകൂടെ സർവശക്തനായ ദൈവം പിതാവാകുന്ന പരിശുദ്ധരത്തിൽ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കോവിൻ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുകയും കർത്താവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം പൂജിതമാകണമേ, നിങ്ങളുടെ രാജ്യം വരണമേ, നിങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലേക്ക് ഒരുപോലുമാകണമേ. ദൈവമേ, അങ്ങയുടെ എല്ലാ പാപങ്ങൾക്കും മാറുകയും എല്ലാ മനുഷ്യരെയും രക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരോട് ഞങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോയ സകല ആത്മാക്കളെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധത്തെയും മാധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഇവർക്ക് വിശ്രാന്തി നൽകണമേ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും പരിശുദ്ധ ആത്മാക്കളും കർത്താവിന്റെ കാര്യത്തിൽ സമാധാനം ആശ്വസിക്കട്ടെ. ഏറ്റവും പ്രാർത്ഥിക്കുക, രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിൽ ആശ്വസിക്കുകയും ചെയ്യുന്ന കർത്താവിൽ കൊറോണ വൈറസ് മൂലം രോഗബാധയുടെ സഹോദരങ്ങളെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ ബന്ധുമിത്രാദികൾ വൈദ്യർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ആത്മധൈര്യത്തിലൂടെ കൊറോണ വൈറസിനെ ഡോക്ടർമാരെ സഹായിക്കാനും മരണത്തിന്റെ നടക്കുന്നതെങ്കിലും അവിടുന്ന് കുറച്ച വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിലവിൽ നിവാസികളെ പോലെ അനുതാപവും പ്രദർശിതവും ഞങ്ങളുടെ മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നത് ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിധത്തിലും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാലത്തിൽ സംരക്ഷിക്കണമേ. പരിശുദ്ധ ദിവ്യകാരണത്തിന്
പരിശുദ്ധ പരമദിവികാരണത്തിന് പരിശുദ്ധ പരമദിവികാരണത്തിന് ദൈവകൃപയുടെ ദിവസം നേരുന്നു. ഈശോ മിശിഹായുടെ സ്തുതി അറിയട്ടെ.